വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം ഈസി ആയിരുന്നു എല്ലാവർക്കും? ഈസി ആയിരുന്നു. ഓക്കെ, ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. എല്ലാവരും നല്ലതുപോലെ എഴുതിയില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ കിഡ്സ് ഏരിയ ഓൺലൈൻ April 1 വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഈ വരുന്ന April 1 വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. കുട്ടികൾക്കായുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് വരുന്നുണ്ട്. കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് വരുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ്സസ് വരുന്നുണ്ട്. ലെറ്റേഴ്സിന്റെ ക്ലാസ് വരുന്നുണ്ട്. UKG റിവിഷൻ ക്ലാസ്, LKG റിവിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 9746487799. ഈ ക്ലാസ്സുകളെല്ലാം സൂമിൽ ലൈവായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ അന്നുള്ള റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. നെക്സ്റ്റ് ആനുവൽ ഇയറിലേക്കുള്ള STD 1 മുതൽ STD 5 വരെയുള്ള ട്യൂഷൻ June 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. അതും എല്ലാവരും ഓർമ്മയിൽ വെക്കുക. ഓക്കെ, എക്സാം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസൺ ആൻഡ് ഡു. ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തരും. ആ സ്റ്റോറിയിൽ നിന്നുള്ള ആൻസർ എഴുതുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തേത്. സ്റ്റോറി എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഈസി സ്റ്റോറി ആയിരുന്നില്ലേ? ഈസി സ്റ്റോറി ആയിരുന്നു അല്ലേ? എല്ലാവരും സ്റ്റോറി കേട്ടു, ആൻസർ എഴുതിയിട്ടുണ്ടാവും. There was an apple tree in a jungle. ജംഗിളിൽ ഒരു ആപ്പിൾ ട്രീ ഉണ്ടായിരുന്നു. It was full of red apples. അത് നിറയെ റെഡ് ആപ്പിൾസ് ആയിരുന്നു. A monkey lived in this tree. ട്രീയിൽ ഒരു മങ്കി ജീവിച്ചിരുന്നു. One day a rabbit came that way. ഒരു ദിവസം ഒരു മുയൽ അതുവഴി വന്നു. It saw the apples. ആപ്പിൾസ് കണ്ടു. Hi apples. Its mouth filled with water. റാബിറ്റിന്റെ വായ് മുഴുവനും വെള്ളം നിറഞ്ഞു. How can I get an apple? എനിക്ക് എങ്ങനെ ഈ ആപ്പിൾ കിട്ടുക? It thought. അവൻ അത് ചിന്തിച്ചു. It saw the monkey in the tree. ട്രീയിൽ മങ്കിയെ കണ്ടു. The rabbit asked. റാബിറ്റ് ചോദിച്ചു, Hi friend, will you give me an apple? എനിക്ക് ആപ്പിൾ തരാമോ? Can you give me a carrot? Then I will give you an apple, said the monkey. മങ്കി പറഞ്ഞു, എനിക്ക് ക്യാരറ്റ് തന്നാൽ ഞാൻ നിനക്ക് ആപ്പിൾ തരാം. After some time, the rabbit came with a carrot and gave it to the monkey. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റാബിറ്റ് എന്തുമായിട്ട് വന്നു? ക്യാരറ്റുമായിട്ട് വന്നു, മങ്കിക്ക് കൊടുത്തു. The monkey gave an apple to the rabbit. മങ്കി എന്ത് ചെയ്തു? റാബിറ്റിന് ആപ്പിൾ കൊടുത്തു. സ്റ്റോറി ഇഷ്ടമായോ? ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്, കണ്ടോ? ഈ പിക്ചേഴ്സിൽ കറക്റ്റ് പിക്ചറിന് എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് പറയട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ സെന്റൻസ് ടീച്ചർ പറയാം. ഇതിൽ ഏതാണോ കറക്റ്റ് അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. The tree was full of apples. ട്രീ നിറയെ ആപ്പിൾസ് ആയിരുന്നു. ഇതിൽ ഏതാണ് ശരി? ഒന്നിൽ ഏതാണ് ശരി? ഇതാണ് ശരിയെങ്കിൽ ഇതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതാണ് ശരിയെങ്കിൽ ഇതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഏതായിരുന്നു ശരി? ഫസ്റ്റ് വൺ. ഇതായിരുന്നു ശരി ഉത്തരം. എല്ലാവരും ചെയ്തില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സെന്റൻസും രണ്ടാമത്തെ പിക്ചറും നോക്കാം. രണ്ടാമത്തെ സെന്റൻസ്, എ മങ്കി ലീവ്ഡ് ഇൻ ദ ആപ്പിൾ ട്രീ. ആപ്പിൾ ട്രീയിൽ ഒരു മങ്കിയാണ് ജീവിച്ചിരുന്നത്. ഇവിടെ ഒരു ബേർഡാണ്, ഇവിടെ ഒരു മങ്കിയാണ്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ്? രണ്ടാമത്തിൽ ഏതാണ് കറക്റ്റ്? ഇതാണ് കറക്റ്റ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സെന്റൻസും മൂന്നാമത്തെ പിക്ചർ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹായ് ആപ്പിൾസ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ആൻ ആപ്പിൾ? ഇവിടെ മരത്തിൽ നിറയെ ആപ്പിൾസ് ഉണ്ട്. അപ്പോൾ ആരാണ് താഴെ ഇരുന്ന് പറഞ്ഞത്? ഹായ് ആപ്പിൾസ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് ആൻ ആപ്പിൾ? എനിക്ക് എങ്ങനെ ആപ്പിൾ കിട്ടുമെന്ന് ആരാ മരത്തിന് താഴെ ഇരുന്ന് ചിന്തിച്ചത്? റാബിറ്റ്. അപ്പോൾ ഏതാണ് ശരി? ഇതാണ് ശരി. മങ്കി അല്ല ചിന്തിച്ചത്, റാബിറ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തത് ഫസ്റ്റ് വൺ ആയിരുന്നു ശരി. ഓക്കെ, നാലാമത്തെ ചോദ്യം എന്തായിരുന്നു നോക്കാം. നാലാമത്തെ ചോദ്യം, ഗിവ് മീ ക്യാരറ്റ്, ഐ വിൽ ഗിവ് യു ആൻ ആപ്പിൾ. എനിക്ക് ക്യാരറ്റ് തന്നാൽ ഞാൻ നിനക്ക് ആപ്പിൾ തരാം എന്ന് പറഞ്ഞ പിക്ചർ ഏതാണ്? ഇതാണ്, കണ്ടോ? റാബിറ്റ് മങ്കിയോട് ചോദിക്കുന്നു. മങ്കി പറയുകയാണ്, എനിക്ക് ക്യാരറ്റ് തന്നാൽ ഞാൻ നിനക്ക് ആപ്പിൾ തരാം. അപ്പോൾ ഇതാണ്
ശരി. അപ്പൊ നാലാമത്തെ സെന്റൻസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തല്ലോ. അടുത്ത അഞ്ചാമത്തെ സെന്റൻസ് നോക്കാം. അഞ്ചാമത്തത് എന്തായിരുന്നു എന്ന് അറിയാവോ? അഞ്ചാമത്തെ സെന്റൻസ് ദ റാബിറ്റ് കെയിം വിത്ത് എ ക്യാരറ്റ്. റാബിറ്റ് ക്യാരറ്റുമായിട്ട് വന്നു. ഇവിടെ റാബിറ്റ് ആപ്പിളുമായിട്ട് വരുന്നു, ഇവിടെ റാബിറ്റ് ക്യാരറ്റുമായിട്ട് വരുന്നു. സെന്റൻസ് എന്തായിരുന്നു? റാബിറ്റ് ക്യാരറ്റുമായി വരുന്നു. ഇതാണ് ശരി ഉത്തരം. ഓക്കെ, എല്ലാവർക്കും ഒന്നാമത്തെ ചോദ്യം കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹു ആം ഐ? Here are some riddles about the characters from the stories in the Honeybees. Read them and kindly identify the characters. Write their names to fill the blanks. ഓക്കെ, ഇത് ടീച്ചർ തന്നെ പഠിപ്പിച്ചു. എല്ലാവരും ചെയ്തില്ലേ? I have a red ring. എനിക്ക് റെഡ് റിംഗ് ഉണ്ട്. I fell into red paint. ഞാൻ റെഡ് പെയിന്റിൽ വീണു. I became red. ഞാൻ റെഡ് ആയി. Who am I? അത് റില്ലായിരുന്നു. ഫസ്റ്റ് ലെറ്റർ ആർ വരുന്ന റില്ലായിരുന്നു. ഓക്കെ. Second question, I am a bird. I am a big bird. I can say cock-a-doodle-doo. Who am I? ഞാൻ ആരാണ്? Rooster. R-O-O-S-T-E-R. Rooster. Okay. Next question എന്തായിരുന്നു? I am in the sky. You all like me. I have 7 colors. Who am I? ഞാൻ ആരാണ്? എനിക്ക് 7 colors ഉണ്ട്. ആരാ? Rainbow. R-A-I-N. Rain. B-O-W. Rainbow. Okay. Next question. Conversation ആണ്. Zia is my സിയയുടെ ഒന്നുകൂടിയുണ്ട്. Zia is my friend. I can become an umbrella. I can become a wheelchair. Who am I? ഞാൻ സിയയുടെ ഫ്രണ്ട് ആണ്. ഞാൻ അംബ്രല്ലയായി. ഞാൻ വീൽ ചെയർ ആയി. Who am I? ഞാൻ ആരാണ്? റോബോട്ട്. എങ്ങനെയാ റോബോട്ട് എഴുതുക? R-O-B-O-T. റോബോട്ട്. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തില്ലേ? ഇവിടെ ഹണി ബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതിൽ ക്യാരക്ടേഴ്സിന് നെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടീച്ചർ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? യെസ്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡിഫറൻസസ്. ഫൈൻഡ് ദ ഡിഫറൻസ്. ഇവിടെ കുറച്ച് ഡിഫറൻസസ് ഡിസ്ക്രിപ്ഷൻ പോലെയാണ് കേട്ടോ ഇത്. Look at the pictures. They have some differences. What are they? Write them on the spaces given. Okay, ഇവിടെ രണ്ട് പിക്ചേഴ്സ് ഉണ്ട്. The plant has 3 flowers. 1, 2, 3. So the plant has 3 flowers. ഇവിടെ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? ഈ പ്ലാന്റിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1. The plant has 1 flower. The plant has 1 flower. എഴുതാൻ അറിയാലോ? ONEFLOWER. എസ് ചേർക്കത്തില്ല. 1 flower. നെക്സ്റ്റ് എന്താണ്? There is a, ഇവിടെ there are 2 butterflies on the flower. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ളത് എഴുതാം. There is a tree എന്നെഴുതാം. There is a tree on the garden. അങ്ങനെ എഴുതാം. ഇവിടെ എന്താണ് ഡിഫറൻസ് എഴുതാൻ പറഞ്ഞതുകൊണ്ട് there are 2 butterflies on the flower. There is a എന്താ ഉള്ളത്? ഒന്നാണ്. അപ്പൊ ഒന്നായിട്ടുള്ളത് എന്താണ്? ബേർഡ് നമുക്ക് എഴുതാം. There is a bird on the tree. There is a bird on the tree എഴുതാം. അല്ലെങ്കിൽ there are 2 butterflies on the flower. There is 1 butterfly on the flower. There is a bird on the tree. There is no bird on the tree. അപ്പോൾ ഓരോ പിക്ചറിലും ഉള്ളതും ഇല്ലാത്തതും. ഇവിടെ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് ആദ്യം എഴുതി. രണ്ടാമത് എത്ര ബട്ടർഫ്ലൈസ്? ഇവിടെ 1, 2 ബട്ടർഫ്ലൈസ് ആണുള്ളത്. ഇവിടെയോ 1 ബട്ടർഫ്ലൈ. അപ്പോൾ there is a butterfly on the flower. There is a butterfly on the flower. There is a bird on the tree. മരത്തിൽ ബേർഡ് ഇരിക്കുന്നു. ഈ there is a, the plant has, ഇതൊക്കെ ടീച്ചർ പറഞ്ഞെന്നാണ് ഇന്നലെ. There is no bird on the tree. The clouds are big. ഇവിടെ clouds വലുതാണ്. ഇവിടെ the clouds are small എന്നെഴുതണം. ഇവിടെ the clouds are small. ഓക്കെ, ഇവിടെ സ്മോൾ വരും. ഇവിടെ the bird is on the tree. On the tree. ഇവിടെ there is a butterfly on the flower. On the flower. Okay.
Next question, conversation. Complete the conversation between Zia and her friend. സിയയും ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ. ഫ്രണ്ട്, ഹലോ സിയ. അടുത്ത് എന്താണ് എഴുതുക? സിയ പറയണ ഐ ഗേവ് റോബോ ടു എ ബോയ്. ഞാൻ റോബോയെ ഒരു ബോയ്ക്ക് കൊടുത്തു. അപ്പോൾ ആൺകുട്ടി ഫ്രണ്ട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? വേർ ഈസ് യുവർ റോബോ? വേർ ഈസ് യുവർ റോബോ? അപ്പോൾ സിയ പറയാണ് ഐ ഗേവ് റോബോ ടു എ ബോയ്. ഫ്രണ്ട് ചോദിക്കുകയാണ് വൈ ഡിഡ് യു ഗേവ് ഇറ്റ് ടു ഹിം? എന്തിനാ അവന് കൊടുത്തത്? എന്തായിരിക്കും സിയ പറഞ്ഞിട്ടുണ്ടാവുക? ഹി കനോട്ട് വാക്ക്, അവന് നടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ടു ഹെൽപ്പ് ഹിം, അവനെ സഹായിക്കാൻ. ഓക്കെ, എല്ലാവരും ഈ കോൺവെർസേഷൻ നിങ്ങളുടെ സെന്റൻസിൽ എഴുതണം. ഇവിടെ വേർ ഈസ് യുവർ റോബോ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയൽ ആൻസർ എഴുതാം. ഹി കനോട്ട് വാക്ക്, അവന് നടക്കാൻ കഴിയില്ല, അത് നമുക്ക് എഴുതാം. ഇനി ആഡ് മോർ ലൈൻസ്. ഡോഗ് ഉണ്ട്, മൗസ്, ഫ്രോഗ്, കാറ്റ്, ഹണി ബി. On the way back to home, if you meet a dog, what will it say? Bow, 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 bow. On the way back to home, if you meet a frog, what will you say? Croak, 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 croak. അടുത്ത് വീണ്ടും 4 വരെ എഴുതുക. On the way back to home, if you meet a cat, what will it say? Meow, meow, meow. On the way back to home, if you meet a honeybee, what will it say? ഓക്കെ, അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിന്നും അവിടെ സൗണ്ട് ഉപയോഗിച്ച് ആഡ് മോർ ലൈൻസ് എഴുതാനായിരുന്നു ലാസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.